വിദ്യാർത്ഥിക്ക് സഹപാഠികളുടെ മർദ്ദനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരികയാണ്. കൊച്ചിയിൽ നിന്നാണ് ഈ ഒരു വാർത്ത വരുന്നത്. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ഈ മർദ്ദനത്തിൽ കലാശിച്ചിരിക്കുന്നത്. സഹിൻ ആന്റണി ഉണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. സഹിൻ, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം, മർദ്ദനം, ഇതല്ലാത്തൊരു വാർത്തയും ഇല്ല എന്നുള്ള അവസ്ഥയിലാണ്. ഇപ്പോൾ വരുന്ന ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത തന്നെയാണ് കൊച്ചിയിലെ വിദ്യാർത്ഥികളുടെ ലഹരി ഉപയോഗവും ലഹരി കൂട്ടായ്മയുമെല്ലാം. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഈ വാർത്ത. അതായത് കഴിഞ്ഞ 2 ആഴ്ച മുൻപ് നടന്ന ഒരു സംഭവമാണിത്. വിദ്യാർത്ഥികൾ തമ്മിൽ ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ ഒരു കൂട്ടായ്മയുണ്ടെന്നും ആ കൂട്ടായ്മയിൽ വലിയ രീതിയിൽ ലഹരി പ്പെടുന്നുണ്ടെന്നും ഒരു വിദ്യാർത്ഥി തൻ്റെ അധ്യാപകരെ അറിയിച്ചു. ഇതേ തുടർന്ന് നടന്ന മർദ്ദനമാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ വിദ്യാർത്ഥിയെ ഒരു കൂട്ടം ലഹരി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികൾ സംഘമായി ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. അതും നടു റോഡിൽ വെച്ച് ബസ് കയറാൻ അല്ലെങ്കിൽ ബസ് കാത്തു നിൽക്കുമ്പോഴാണ് ഈ മർദ്ദനമുണ്ടായത്. മറ്റ് സഹപാഠികളുടെ മുന്നിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള മർദ്ദനമുണ്ടായത്. അതിനുശേഷം ഈ ദൃശ്യങ്ങൾ പകർത്തി അവരുടെ കൂട്ടായ്മ പണി പോലെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളും ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളും ഇടുകയും ഒറ്റുകാർക്ക് ഇതായിരിക്കും ശിക്ഷ എന്ന് അതിൽ കുറിക്കുകയും ചെയ്തു. എന്തായാലും ഇത്തരത്തിൽ ആരെങ്കിലും അധ്യാപകരോടോ പോലീസിനോടോ തങ്ങളുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ തയ്യാറായാൽ അവരെ കായികമായി തന്നെ കൈകാര്യം ചെയ്യുമെന്നുള്ള ഒരു സൂചനയാണ് ആ വിദ്യാർത്ഥികൾ നൽകിയിരിക്കുന്നത്. അതിനുള്ള ഒരു കൂട്ടം ചേർന്നുകൊണ്ട് ക്രൂരമായ ഒരു വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്നു. യൂണിഫോമിലാണ് ആ വിദ്യാർത്ഥി ഉള്ളത്. യൂണിഫോമിലുള്ള വിദ്യാർത്ഥിയെ മറ്റ് വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. എന്തായാലും ഇത് പിന്നീട് പരാതിയായില്ല. പക്ഷേ അവരുടെ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇത് പ്രചരിക്കുകയും ചെയ്തു. ഇതിനിടയിൽ തന്നെ ഇതിന് തൊട്ടു താഴെയായി കൂടുതൽ വിദ്യാർത്ഥികൾ ലഹരി മരുന്ന് നടു റോഡിൽ പൊതു ഇടങ്ങളിലും റോഡ് സൈഡിലും കടകളിലുമെല്ലാം വരുന്ന കഞ്ചാവ് അടക്കമുള്ള ബീഡികൾ വലിക്കുന്നതിൻ്റെയും ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ അതിന് തൊട്ടു താഴെയായി പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചിയിൽ ലഹരിക്കായി ഒരു കൂട്ടായ്മ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നു. അതിൽ 6ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികളുണ്ട് എന്നുള്ളത് ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ്. ഒപ്പം തന്നെ ആ വിദ്യാർത്ഥികൾ അവരുടെ കൂട്ടം ചേർന്നുകൊണ്ട് അവരെ ആരെങ്കിലും കാട്ടിക്കൊടുക്കാൻ തയ്യാറായാൽ അവരെ കായികമായി തന്നെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്കും കാര്യങ്ങൾ പോകുകയാണ്. സേതു, സഹീൻ, ഈ മർദ്ദിച്ച ശേഷം ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഈ കുട്ടികൾ പ്രചരിപ്പിച്ചിരുന്നു. ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടു തിരിച്ചു വരാം. കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ ഈ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ ഈ മർദ്ദനത്തിൻ്റെയും ഒക്കെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. കൊച്ചിയിലാണ് ഈ സംഭവം നടന്നതും. നമ്മുടെ ഈ വിദ്യാർത്ഥികൾക്കിടയിൽ, കുട്ടികൾക്കിടയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തിലാണ് ഒരു വ്യക്തത വരാത്തത്. ഈ സംഭവങ്ങളൊക്കെ ഒരിക്കലും ഇത് സർക്കാരിൻ്റെയോ അതല്ലെങ്കിൽ എക്സൈസ് വകുപ്പിൻ്റെയോ ഒന്നും മാത്രം ഉത്തരവാദിത്തമല്ല. നമ്മൾ ഓരോരുത്തരും എല്ലാവരും ഒത്തൊരുമിച്ച് ഈ ലഹരിക്കെതിരെ പോരാടേണ്ട സമയത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ വരും തലമുറ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായല്ലേ എന്തൊക്കെയാണ് നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്നത് എന്നുള്ളൊരു കാര്യം ഞെട്ടലോടുകൂടി മാത്രമേ നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കുന്നുള്ളൂ.